ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം, പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് എല്ലാ സിലബസും എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം, കേരള ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന ഓഫീസ് അറ്റൻഡർ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. നമുക്കറിയാം, കേരള PSC LGS പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ് മാത്രമാണ്. 10ാം ക്ലാസ് വിജയിച്ചാലും കുഴപ്പമില്ല, +2 വിജയിച്ചാലും കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾ ഡിഗ്രി വിജയിക്കരുത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരള ഹൈക്കോടതിയിലേക്കുള്ള ഓഫീസ് അറ്റൻഡർ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് വിജയിക്കണം. 7ാം ക്ലാസ് അല്ല വിജയിക്കേണ്ടത്, 10ാം ക്ലാസ് വിജയിക്കണം. ഒപ്പം തന്നെ ഡിഗ്രി വിജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പരീക്ഷ LGS എക്സാം പോലെ അത്ര സിമ്പിളായിട്ട് നേടാൻ പറ്റുന്നൊരു പരീക്ഷയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പരീക്ഷ LGSൻ്റെ അത്ര താഴെ നിലയിൽ നിന്നല്ല ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് മുന്നേ വർഷമുള്ള ചോദ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാം ആ ചോദ്യത്തിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു എക്സാം LDC എക്സാമിൻ്റെ അത്രത്തോളം നിലവാരത്തിൽ എത്തുകയുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും മീഡിയം വേർഷനാണ് ഈ ഒരു എക്സാം എന്ന് പറയാം. എന്ന് വെച്ചാൽ LGSൻ്റെ അത്ര താഴ്ന്ന ഒരു പരീക്ഷയുമല്ല, LDCയുടെ അത്ര ഉയർന്ന പരീക്ഷയുമല്ല ഈ ഒരു കേരള ഹൈക്കോടതിൻ്റെ ഓഫീസ് അറ്റൻഡർ എക്സാം എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് വേറെ തന്നെയുണ്ട്. നമുക്കറിയാം, LGSന് ഇംഗ്ലീഷ് ഇല്ല, അതുപോലെ തന്നെ എന്തുകൂടിയില്ല, മലയാളമില്ല. എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ 35 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. LGS പോലൊരു പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് GKയും അതുപോലെ തന്നെ മാത്സും പഠിച്ചിട്ട് പാസ്സാകാൻ സാധിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 50 മാർക്കിന് ജനറൽ നോളജാണ്, അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സും. 50 മാർക്കിന് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സുമാണ്, 20 മാർക്കിന് ന്യൂമറിക്കൽ എബിലിറ്റിയും, 15 മാർക്കിന് മെൻ്റൽ എബിലിറ്റിയും, 15 മാർക്കിന് ഇംഗ്ലീഷുമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ, വളരെ സിമ്പിളായിട്ട് മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റിയും മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷുമാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ന്യൂമറിക്കൽ എബിലിറ്റിയിലൊക്കെ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾ GK സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത്ര സിമ്പിളായിട്ട് എല്ലാവർക്കും ഉത്തരം എഴുതാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷേ അത്ര വലിയ വിഷമമുള്ള പരീക്ഷയല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, LDCയുടെ അത്ര വിഷമമില്ല, LGSൻ്റെ അത്ര എളുപ്പവുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഒരു എക്സാം ആയിരിക്കും ഇത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആദ്യത്തെ ഭാഗം നമ്മുടെ വീഡിയോ ആയിട്ട് നൽകിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ നിലവാരം മനസ്സിലാക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. പരീക്ഷ ഈ ഒരു കൊല്ലം തന്നെ നടക്കാനാണ് ചാൻസ് ഉള്ളത്. എപ്പോഴാണ് ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിൽ കൂടെയും ഈ ഒരു വർഷം തന്നെ എക്സാം ഉണ്ടാകും എന്നുള്ള ധാരണയിൽ നിങ്ങൾ പഠിച്ചേക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് GK, കറണ്ട് അഫയേഴ്സ്, ഈ വിഭാഗത്തിൽ നിന്ന് 50 മാർക്ക് ഉണ്ടല്ലോ, അതിൽ GK അവിടെ നിൽക്കട്ടെ. കറണ്ട് അഫയേഴ്സ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എവിടെ മുതൽ എവിടം വരെ പഠിക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ 2023 ജനുവരി മുതൽ ഇപ്പോൾ നിലവിൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അതായത് 2024 ഈ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത്, ഇനി 2025 പരീക്ഷ ആരംഭത്തിലായിരിക്കാം നടക്കുന്നത്, 2025 ജനുവരിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ കൃത്യം ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. സാധാരണ നമ്മൾ എക്സാമിന് ഒരു 3 മാസം മുന്നേയുള്ള കറണ്ട് അഫയേഴ്സ് വരെ പഠിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു പറയാറുള്ളത്. കാരണം അത്തരത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നത്, ഒരു മാസം മുന്നേയുള്ള ക്വസ്റ്റ്യൻ വരെ പരീക്ഷാ പേപ്പറിൽ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മുന്നേ ഒരു മുൻകൂറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2024 പരീക്ഷ നടക്കുന്നത്, ഇപ്പോൾ ഡിസംബറിലാണ് നടക്കുന്നതെങ്കിൽ 2024 നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചേക്കുക. ഓക്കെ, ഇനി ജനറൽ നോളജ് വിഭാഗത്തിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സിലബസ് മറ്റൊരു വീഡിയോയിൽ തന്നിട്ടുണ്ട്. എങ്കിൽ കൂടെയും നിങ്ങൾ കൃത്യമായിട്ട് ഏത് സിലബസ് ഫോളോ ചെയ്താൽ മതി.
നിങ്ങൾ കൃത്യമായിട്ട് LDCയുടെ ജനറൽ നോളജിൻ്റെ ആ സിലബസ് ഫോളോ ചെയ്താൽ മതി. ആ ഒരു സിലബസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാകൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജനറൽ നോളജ് വിഭാഗത്തിലെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. ആ ഒരു ഏരിയയിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ജനറൽ നോളജിൽ നിന്ന് ചോദ്യങ്ങളൊന്നും തന്നെ വരില്ല. അതായത് LDCയുടെ സിലബസിൻ്റെ ഉള്ളിലെ ജനറൽ നോളജ് വിഭാഗത്തിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ചോദിക്കില്ല. നിങ്ങൾക്ക് ആദ്യം ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം. അത് ഇന്ന കമ്പനിയുടേത് മാത്രമേ ഉണ്ടാകാവൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന LDCയുടെ കംപ്ലീറ്റ് സിലബസ് അടങ്ങിയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റാങ്ക് ഫയൽ ഏത് കമ്പനിയാണ് ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ റാങ്ക് ഫയൽ മേടിക്കാം, അതല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ മേടിക്കാം. ഈ ഒരു റാങ്ക് ഫയലാണ് പണ്ട് മുതലേ വിപണിയിലുള്ള 2 റാങ്ക് ഫയലുകൾ എന്ന് പറയുന്നത്. അതായത് കുറേ കാലങ്ങളായിട്ട് വിപണിയിലുള്ള 2 റാങ്ക് ഫയലുകളാണ് ലക്ഷ്യ ആയാലും ടാലൻ്റ് ആയാലും. ഇതിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ മേടിച്ചാൽ മതി. രണ്ടും മേടിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ മേടിക്കുക. അതിലെ ജനറൽ നോളജിൻ്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതെങ്ങനെയാണ് ആ റാങ്ക് ഫയൽ തീർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ, അതായത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ ഞാൻ കൃത്യമായിട്ട് നൽകിയേക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ ടൈമിനുള്ള നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് തീർത്ത് റിവിഷൻ ചെയ്യുവാനുള്ള ടൈം കൂടെ നമുക്ക് ഇപ്പോൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സിലബസ് മുഴുവനായിട്ട് തീർക്കാനും സാധിക്കും. നമുക്ക് റാങ്ക് ലിസ്റ്റിലെ ആദ്യ നിരയിൽ തന്നെ എത്തിച്ചേരാനും സാധിക്കും. നിങ്ങൾ ഈ ഒരു സിലബസ് അനുസരിച്ച് തന്നെ ജനറൽ നോളജ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിക്കണം. അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയും മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും എല്ലാ ദിവസവും പഠിക്കാൻ നോക്കണം. അതായത് ഒരു ദിവസം ജനറൽ നോളജ് പഠിച്ച് അടുത്ത ദിവസം കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ച് അടുത്ത ദിവസം കുറച്ച് ന്യൂമറിക്കൽ എബിലിറ്റി പഠിച്ച് അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും തീർക്കുന്ന തരത്തിലായിരിക്കണം പഠിക്കേണ്ടത്. അതായത് സിലബസ് അനുസരിച്ച് കുറച്ച് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക, ന്യൂമറിക്കൽ എബിലിറ്റിയിലെയും മെൻ്റൽ എബിലിറ്റിയിലെയും കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഒരു ദിവസം എല്ലാ സെക്ഷനും കവർ ചെയ്യുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു ടൈം ടേബിളാണ് നമ്മൾ ടെലഗ്രാം ചാനലിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ചാനലിൽ തികച്ചും സൗജന്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ അതിൽ ലഭിക്കും. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. എന്തൊക്കെയാണ് ഓരോ ദിവസവും പഠിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആരംഭിക്കുന്നുണ്ട്. ക്ലാസ്സുകൾക്കനുസരിച്ചും അതുപോലെ തന്നെ ടൈം ടേബിളിനനുസരിച്ചുമുള്ള കൃത്യമായിട്ടുള്ള പരീക്ഷകളും അതും സൗജന്യമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ എല്ലാവരും മുന്നോട്ട് പോകുവാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയോ ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമാണുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കേരള ഹൈക്കോടതിയുടെ ക്ലാസ്സുകളാണ് നൽകുന്നത്. ആ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.